തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനങ്ങൾ ഏതൊക്കെ? ശ്രീ അന്നം, ശ്രീ മന്ന. ശ്രീ അന്നം, ശ്രീ മന്ന എന്താണ്? തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ജലമരം എവിടെയാണ് സ്ഥാപിതമായത്? കുഫോസിലെ ക്യാമ്പസിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ജലമരം സ്ഥാപിതമായത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാനുള്ള സൂക്ഷ്മ ആൽഗകൾ ഉപയോഗിച്ചുള്ളതാണ് ജലമരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം എവിടെയാണ് സ്ഥാപിതമായത്? കുഫോസിലെ ക്യാമ്പസിലാണ്. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രമാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ ഗ്രാമമാണ് മരോട്ടിച്ചാൽ. ഈ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രമാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയവദാനം സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സമൂഹ മാധ്യമ പ്രചരണ പരിപാടിയാണ് ജീവനേകാം ജീവനാകാം. ജീവനാകാം എന്താണ്? സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയവദാനം സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി KSATO ആരംഭിക്കുന്ന സമൂഹ മാധ്യമ പ്രചരണ പരിപാടിയാണ് ജീവനേകാം ജീവനാകാം. നാസയുടെ സഹായത്തോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഇന്ത്യൻ സഞ്ചാരികളെ അയക്കുന്ന ISROയുടെ ദൗത്യമാണ് ACCM-4. ACCM-4 എന്താണ്? നാസയുടെ സഹായത്തോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഇന്ത്യൻ സഞ്ചാരികളെ അയക്കുന്ന ISROയുടെ ദൗത്യമാണ് ACCM-4. ഒരു വിദ്യാർത്ഥി പോലും പഠനയാത്രകളിൽ നിന്ന് ഒഴിവായി പോകരുതെന്ന ലക്ഷ്യത്തോടെ വിദ്യാലയങ്ങൾക്കായി മിതമായ നിരക്കിൽ KSRTC ഒരുക്കുന്ന ഉല്ലാസയാത്രാ പദ്ധതിയാണ് ട്രാവൽ ടു ടെക്നോളജി. KSRTC ഒരുക്കുന്ന ഉല്ലാസയാത്രാ പദ്ധതിയാണ് ട്രാവൽ ടു ടെക്നോളജി. ഒരു വിദ്യാർത്ഥി പോലും പഠനയാത്രയിൽ നിന്ന് ഒഴിവായി പോകരുത് എന്ന ലക്ഷ്യത്തോടെ KSRTC ഒരുക്കുന്ന ഉല്ലാസയാത്രാ പദ്ധതിയാണ് ട്രാവൽ ടു ടെക്നോളജി. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂർ. ഫെബ്രുവരി 7 മുതൽ 10 വരെ തൃശ്ശൂർ കേരള കാർഷിക സർവകലാശാലയിലാണ് 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത്. ഈ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രമേയം എന്താണ്? ഹരിതഭാവിയിലേക്കുള്ള സാങ്കേതിക പരിവർത്തനം. ഈ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രമേയമാണ് ഹരിതഭാവിയിലേക്കുള്ള സാങ്കേതിക പരിവർത്തനം. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. പ്രമേയം എന്താണ്? ഹരിതഭാവിയിലേക്കുള്ള സാങ്കേതിക പരിവർത്തനം. നിലവിലെ തായ്വാൻ പ്രസിഡന്റ് ആരാണ്? നിലവിലെ തായ്വാൻ പ്രസിഡന്റാണ് വില്യം ലായ് ആണ് നിലവിലെ തായ്വാൻ പ്രസിഡന്റ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ മെട്രോ സംവിധാനം എവിടെയാണ് നിലവിൽ വന്നത്? റിയാദ് മെട്രോ, സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ മെട്രോ സംവിധാനമാണ് റിയാദ് മെട്രോ, സൗദി അറേബ്യ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സ്ഥാനത്തെത്തുന്ന പ്രായം കുറഞ്ഞ ആളാണ് ജയ്ഷാ. 5ാമത്തെ ഇന്ത്യക്കാരനാണ്. ഈ സ്ഥാനത്തെത്തുന്ന പ്രായം കുറഞ്ഞ ആളും 5ാമത്തെ ഇന്ത്യക്കാരനുമാണ് ജയ്ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനാണ് ജയ്ഷാ. വില്വാദ്രി കുള്ളൻ ഏതിൻ്റെ ഇനമാണ്? പശുവിൻ്റെ ഇനമാണ് വില്വാദ്രി കുള്ളൻ. വില്വാദ്രി കുള്ളൻ എന്തിൻ്റെ ഇനമാണ്? പശുവിൻ്റെ ഇനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് കൃഷി നടത്തുന്നതിനായും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായും ലോകബാങ്ക് സഹായത്തോടെ ആരംഭിക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് കേരള ക്ലൈമറ്റ് റെസിലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് കൃഷി നടത്തുന്നതിനായും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായും ലോകബാങ്ക് സഹായത്തോടെ ആരംഭിക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? കേര.
വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശശികുമാർ അമ്പലത്തറ രചനയും സംവിധാനവും നിർവഹിച്ച കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന് വേണ്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയാണ് ഒരൽപ്പം കരതരൂ കടലാമകൾക്ക് ഒരു സ്നേഹതീരം. ഒരൽപ്പം കരതരൂ കടലാമകൾക്ക് ഒരു സ്നേഹതീരം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യമായി മാറുന്നതാണ് ബെൽജിയം. അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം ഉണ്ടാക്കിയതിനെ തുടർന്ന് 2022 ബെൽജിയം ലൈംഗികത തൊഴിൽ കുറ്റകരമല്ലാതാക്കിയത്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ബെൽജിയം. ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തെ ജില്ലയായി പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തെ ജില്ലയായി പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. മഹാകുംഭമേള എന്ന പേരിലാണ് പുതിയ ജില്ല അറിയപ്പെടുക. അപ്പോൾ ഉത്തർപ്രദേശിലെ പുതിയൊരു ജില്ലയാണ് മഹാകുംഭമേള. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലമാണിത്. ഇതിനെ മഹാകുംഭമേള എന്ന പേരിൽ തന്നെയാണ് ഇനി മുതൽ അറിയപ്പെടുക. പുതിയ ജില്ലയായി മഹാകുംഭമേള ഉത്തർപ്രദേശ്. സെറിബ്രൽ പൾസി രോഗത്തെ അതിജീവിച്ച് കളം അറ്റ് 24 എന്ന സിനിമ സംവിധാനം ചെയ്തത് രാകേഷ് കൃഷ്ണൻ. രാകേഷ് കൃഷ്ണൻ്റെ സിനിമയാണ് കളം അറ്റ് 24. കാഴ്ച പരിമിതരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് രജനീഷ് ഹെൻറി. കാഴ്ച പരിമിതരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് രജനീഷ് ഹെൻറി. 2024 ഖത്തർ ഗ്രാൻഡ് പി കിരീടം സ്വന്തമാക്കിയത് മാക്സ് വെസ്റ്റപ്പനാണ് 2024 ഖത്തർ ഗ്രാൻഡ് പി കിരീടം സ്വന്തമാക്കിയത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ബ്രെയിൻ റോട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ റോട്ട്. സമൂഹ മാധ്യമങ്ങളിൽ അധിക സമയം ചെലവഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമോ ഭൗതികവുമായ അപചയത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്താണ് ഇതിൻ്റെ മീനിങ്? സമൂഹ മാധ്യമങ്ങളിൽ അധിക സമയം ചെലവഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമോ ഭൗതികവുമോ ആയ അപചയത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബ്രെയിൻ റോട്ട്. വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ. വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ. എന്നാൽ PM ശ്രീയിൽ അംഗമാകാത്ത സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാടും PM ശ്രീയിൽ അംഗമാകാത്ത സംസ്ഥാനങ്ങളാണ്. വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ. ഓൾ ഇന്ത്യ ഡഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഹൈദരാബാദിൽ സംഘടിപ്പിച്ച മിസ് ഡഫ് ഇന്ത്യ 2024 മത്സരത്തിൽ വിജയിയായത് VN അഞ്ജനയാണ്. ഓൾ ഇന്ത്യ ഡഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഹൈദരാബാദിൽ സംഘടിപ്പിച്ച മിസ് ഡഫ് ഇന്ത്യ 2024 മത്സരത്തിൽ വിജയിയായത്. റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ച സംസ്ഥാനമാണ് അസം. നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനങ്ങളാണ് ശ്രീയന്നം, ശ്രീമന്നം. ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം സ്ഥാപിതമായത് കുഫോസിലെ ക്യാമ്പസിലാണ്. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രമാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയവദാനം സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സമൂഹ മാധ്യമ പ്രചരണ പരിപാടിയാണ് ജീവനാകാം. നാസയുടെ സഹായത്തോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഇന്ത്യൻ സഞ്ചാരികളെ അയക്കുന്ന ISROയുടെ ദൗത്യമാണ് ACCES-4.
എല്ലാ വിദ്യാർത്ഥികളെയും പഠന യാത്രയിൽ കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ KSRTC ഒരുക്കുന്ന മിതമായ നിരക്കിൽ KSRTC ഒരുക്കുന്ന ഉല്ലാസയാത്ര പദ്ധതിയാണ് ട്രാവൽ ടു ടെക്നോളജി. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. ഇതിൻ്റെ പ്രമേയമാണ് ഹരിതഭാവിയിലേക്കുള്ള സാങ്കേതിക പരിവർത്തനം. നിലവിലെ തായ്വാൻ പ്രസിഡന്റാണ് വില്യം ലായ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല മെട്രോ സംവിധാനമാണ് റിയാദ് മെട്രോ, സൗദി അറേബ്യ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. വില്വാദ്രിക്കുള്ളൻ പശുവിൻ്റെ ഇനമാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിച്ച് കൃഷി നടത്തുന്നതിനായും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായും ലോകബാങ്ക് സഹായത്തോടെ ആരംഭിക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് കേര. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ശശികുമാർ അമ്പലത്തറ നിർവഹിച്ച ഒരു ഡോക്യുമെൻ്ററിയാണ് ഒരൽപ്പം കരതരൂ, കടലാമകൾക്ക് ഒരു സ്നേഹതീരം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യമാണ് ബെൽജിയം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തെ ജില്ലയായി പ്രഖ്യാപിച്ചു. മഹാകുംഭമേള എന്ന പേരിലാണ് പുതിയ ജില്ല അറിയപ്പെടുക. കളം അറ്റ് 24 എന്ന സിനിമ സംവിധാനം ചെയ്തത് രാകേഷ് കൃഷ്ണൻ. സെറിബ്രൽ പൾസി എന്ന രോഗത്തെ അതിജീവിച്ച വ്യക്തിയാണ് രാകേഷ് കൃഷ്ണൻ. കാഴ്ച പരിമിതരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മലയാളിയാണ് രജനീഷ് ഹെൻറി. 2024 ഖത്തർ ഗ്രാൻഡ് പി കിരീടം സ്വന്തമാക്കിയത് മാക്സ് വെസ്റ്റപ്പൻ. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കാണ് ബ്രെയിൻ റോട്ട്. വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ. തമിഴ്നാട് കേരളവും ഈ പദ്ധതിയിൽ അംഗമല്ല. ഓൾ ഇന്ത്യ ഡഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഹൈദരാബാദിൽ സംഘടിപ്പിച്ച മിസ് ഡഫ് ഇന്ത്യ 2024 മത്സരത്തിൽ വിജയിയായത് VN അഞ്ജനയാണ്. റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ച സംസ്ഥാനമാണ് അസം. ഓക്കെ.